ഇതൊരു സംഘടിതമായ ഗൂഢാലോചനയുണ്ട്. അത് പാർട്ടിക്കെതിരായും LDFിനെതിരായിട്ടുമുള്ള ഗൂഢാലോചനയുണ്ട്. പാർട്ടി ആക്രമിക്കാൻ ചട്ടം കെട്ടി നിന്നിട്ടുള്ളവരുടെ ഒരു സംഘടിത നീക്കമാണത്. അതിൽ അവർ പരാജയപ്പെട്ടപ്പോൾ എന്നെ പിടിച്ചതിൽ കൊണ്ടുവന്നു. ഒരാളെ കിട്ടണമല്ലോ തൽക്കാലം, കൊണ്ടുവന്ന് എനിക്കെതിരെ ഇത്തരത്തിൽ വേറൊന്നും പറയാനില്ല. അല്ല, അതുകൊണ്ടല്ല, വേറൊന്നും പറയാനില്ല. അപ്പോൾ ഉടനെ എന്താ കണ്ടുപിടിച്ചേ? BJPയിലേക്ക് പോകുന്നു. അത്തരമൊരു തെറ്റായ വാർത്ത പ്രസിദ്ധീകരിച്ച് ഇവിടെ എന്തുണ്ടാക്കാൻ കഴിയുന്ന അവരാഗ്രഹിക്കുന്നത്? ഇതിൻ്റെ പിന്നിൽ എന്നെ വ്യക്തിഹത്യ നടത്തി, എന്നെ എല്ലാ ഘട്ടങ്ങളിലും എന്നെ പിന്തുടർന്ന് വ്യക്തിഹത്യ നടത്താനും എനിക്കെതിരായിട്ട് പ്രചാരവല നടത്താനും ചിലർ സംഘടിതമായ നീക്കം നടത്തുന്നത് എനിക്കറിയാം. ഞാൻ പിന്നെ അവരെന്തോ നടത്തിക്കോട്ടെ, അവർ ആത്മസംതൃപ്തി അടഞ്ഞോട്ടെ എന്നുള്ളൊരു ചിന്താഗതിക്കാരനാണ് ഞാൻ. എനിക്ക് എൻ്റെ കാര്യം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ സത്യസന്ധതയും മാന്യതയും എൻ്റെ രാഷ്ട്രീയ ചിന്തയും ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതേ എനിക്കുള്ളൂ. ഞാൻ ആ കാര്യമാണ് ചെയ്യുന്നത്. അല്ലാതെ ഇപ്പോൾ എന്നെ വ്യക്തിഹത്യ നടത്താനും കശാപ്പ് നടത്താനും നടക്കുന്ന ആളുകളെ പിന്നാലെ വെട്ടാനും കൊല്ലാനൊന്നും ഞാൻ പോയിട്ടില്ല. എനിക്കെൻ്റെ രാഷ്ട്രീയമുണ്ട്. ആ ഉന്നതമായ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്നലെ 2 ചാനൽ ഇങ്ങനെ എന്നെ പുറത്താക്കാൻ പോകുന്നു, പിന്നെ CPIക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നു, പിന്നെ കൺവീനർ സ്ഥാനത്ത് ഒഴിവാക്കണം, ഇങ്ങനെ കുറേ ചാനലുകാർ പുറപ്പെട്ടിട്ടുണ്ട്. അവർ പോയി ആത്മസംതൃപ്തി അടയട്ടെ. ഇങ്ങനെ പ്രസിദ്ധീകരിക്കുന്ന ചാനലുകാർ അവർ ആത്മസംതൃപ്തി അടയട്ടെ. എന്താ എൻ്റെ ഭാഗത്ത് തെറ്റ്? മറ്റൊരു സംഭവം എന്താ ഞാൻ ചെയ്ത പെശക്? ഞാൻ ഒരു ക്ലാരിറ്റി വരുത്താൻ ചോദിക്കുകയാണ്. ഈ ജാവ്ദേക്കറിനെ കണ്ട തീയതിയും ചില മാധ്യമങ്ങളിൽ പ്രചരിച്ചതാണ്. അതിനു മുമ്പ് വൈദേഹത്തിൽ ഒരു റെയ്ഡ് നടന്നിരുന്നു. ആ റെയ്ഡിന്റെ തുടർച്ചയായി 5ാമത്തെ ദിവസമാണ് ജാവ്ദേക്കറിനെ കണ്ടത് എന്നുള്ള രീതിയിൽ പ്രചരണം നടക്കുന്നുണ്ട്. എന്താണ് വസ്തുത? ഇന്നിപ്പോൾ മാതൃഭൂമി പത്രം അല്ല, പത്രമല്ല, മാതൃഭൂമി ചാനൽ അങ്ങനൊരു വാർത്ത ഇപ്പം അടിക്കുന്നുണ്ട്. എന്താ അടിക്കുന്നറിയോ? അവിടെ ഈ വൈദേഹം റിസോർട്ട് ഞാനും തമ്മിൽ എന്താ ബന്ധം? ഞാൻ അതിനു വേണ്ടി ഇത്തരം സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ ഒരുപാട് സഹായങ്ങളും ഉപദേശങ്ങളും ഒക്കെ ചെയ്ത് സഹായിക്കുന്ന ഒരാളാണ്. ഒരു നല്ല സ്ഥാപനം ഉണ്ടാക്കി അതിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഒരു നെറ്റിൽ നോക്കിയാൽ മനസ്സിലാവില്ലേ? വൈദേഹത്തിൻ്റെ ഷെയർ ഹോൾഡേഴ്സ് ആര്, എത്ര, എല്ലാ കാര്യങ്ങളും കിട്ടുന്നില്ലേ ഇന്ന്? ആ വൈദേഹത്തിൽ എപ്പോഴെങ്കിലും ഇൻകം ടാക്സുകാരോ വേറെ ആരെങ്കിലും റെയ്ഡ് ചെയ്തിട്ടുണ്ടോ? ED വന്നിട്ടുണ്ടോ? എന്തൊക്കെയാണ് ഇവിടെ ഉണ്ടാക്കിയത്? ED പരിശോധന എഴുതിയില്ലേ മാതൃഭൂമി ചാനൽ? എവിടെയെന്ന്? എന്തിന്? നിങ്ങൾ ഈ പരിശോധിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു കുറ്റം വേണ്ടേ? എന്തെങ്കിലും ഒരു തെറ്റുണ്ടാകട്ടെ. എന്നോടുള്ള വ്യക്തിഹത്യ, എന്നെ നശിപ്പിക്കാൻ, വ്യക്തിഹത്യ നടത്താൻ, അതിനുവേണ്ടി ഞാൻ ഉപദേശവും നിർദ്ദേശവും കൂടി സഹായിച്ച സ്ഥാപനത്തെ അതിൻ്റെ ഭാഗമാക്കി ഉപയോഗിക്കുന്നു. മറ്റവിടെ എന്ത് പിന്നെ ഇൻകം ടാക്സ് റെയ്ഡ്? അവിടെ എന്ത് അവരുടെ ഇൻകത്തിൽ പോലെ നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം ഇപ്പോഴവർ അത് നടത്താൻ വേണ്ടിയിട്ട് അവർ പലരെയും കണ്ടു, പലരും വന്നിട്ട് ചർച്ച ചെയ്തു. അവസാനം എനിക്കതായിട്ട് വന്നുള്ളൂ. നിരാമയ എന്ന് പറയുന്നത് നല്ലൊരു പ്രൊഫഷണൽ സ്ഥാപനമുണ്ട്. ഇവരിങ്ങനെ സ്ഥാപനം അവർ വന്ന് ചർച്ച ചെയ്തു, ഒരു എഗ്രിമെൻ്റ് വെച്ച് നിരാമയക്കാർ അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ നടത്തിപ്പോൾ അവർ നടത്തുന്നു. ഇത് കമ്പനിയുടെ അസറ്റായിട്ട് നിൽക്കുകയാണ്. അതിന് മറ്റൊരു വെർഷനുണ്ട്. രാജീവ് ചന്ദ്രശേഖരനുമായി ബിസിനസ് പങ്കാളിത്തം എന്നൊരു ആക്ഷേപം. രാജീവ് ചന്ദ്രശേഖരൻ ഞാൻ മനസ്സിലാക്കിയത് എനിക്കറിഞ്ഞൂടാ. അത് നെറ്റിൽ നോക്കിയാൽ മനസ്സിലാവില്ലേ? ഇന്നത്തെ കാലത്ത് അതിനെല്ലാം അന്വേഷിച്ച് നിങ്ങൾ പത്രക്കാർ ഇത് എഴുതുമ്പോൾ നിങ്ങൾക്കൊന്ന് നെറ്റിൽ നോക്കിക്കൂടെ? ഈ കമ്പനി എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്തത്? ഈ നിരാമയിൽ ചന്ദ്രശേഖരൻ ഉണ്ടോ? എനിക്കറിഞ്ഞൂടാ. നോക്കിയാൽ മനസ്സിലാവില്ലേ? ഞാൻ മനസ്സിലാക്കിയത് നിരാമയിൽ അദ്ദേഹം ഇല്ല എന്നാണ്.